നമ്മൾ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ നമുക്കാവുന്നില്ല. അങ്ങനെ ആ ഒരു പരാജയത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് തിരിച്ചു കയറാനാകുന്ന നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ നമുക്ക് തിരിച്ചു വരാനാകുന്ന വിശ്വസിക്കുന്നില്ല. എന്നാൽ ആര് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആര് നമ്മളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. അതിനുവേണ്ടി 100% തന്നെ ഹാർഡ് വർക്ക് എടുക്കുന്നു. ഒടുവിൽ അവസാനം നമ്മൾ ജയിക്കുന്നു. പരാജയത്തിൽ നിന്ന് പൊരുതി ജയിക്കുമ്പോഴുള്ള ആ ഒരു ജയത്തിന് എന്തൊരു മധുരായിരിക്കും അല്ലെ? ക്രിസ് ഗാർണർ എന്ന ബിസിനസ്സുകാരനെ ബേസ് ചെയ്ത് 2006 ഇറങ്ങിയ വിൽ സ്മിത്തും മകൻ ജേഡൻ സ്മിത്തും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന സിനിമയിൽ അങ്ങനെ ഒരു വിജയത്തിന്റെ കഥയാണ് പറഞ്ഞത്. പരാജയത്തിൽ തളരാതെ എങ്ങനെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് സിനിമ തരുന്ന മെസ്സേജിലൂടെ നമുക്ക് നോക്കാം. I'm Chris Gardner. I met my father for the first time when I was 28, and I made up my mind as a young kid that when I had children, my children were going to know who their father was. ഭാര്യ ലിൻഡയും മകനായിട്ട് താമസിക്കുന്ന ക്രിസ് ഗാർണർ തന്റെ അതേവരെയുള്ള ലൈഫ് സേവിങ്സ് എല്ലാം എടുത്ത് തന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. It's a time machine, isn't it? This machine on my lap, it is not a time machine. അത്യാധുനിക ടെക്നോളജി എല്ലാം വെച്ച് ഉണ്ടാക്കിയ കൊണ്ടു നടക്കാൻ പറ്റുന്ന ബോൺ ഡെൻസിറ്റി സ്കാനർ എന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആയിരുന്നു ഗാർണർ ഉണ്ടാക്കിയെടുത്ത്. പക്ഷേ ഗാർണറിന്റെ കഷ്ടകാലത്തിന് ഗാർണർ വിചാരിച്ച രീതിയിലല്ല ബിസിനസ് മുന്നോട്ട് പോയത്. എക്സ്പെൻസീവായ മെഷീനോട് ഡോക്ടർമാർക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മെഷീന്റെ സെയിൽസ് ഗാർണർ വിചാരിച്ച പോലെ ഉണ്ടാകാതായി. വീട്ടിലെ ചെലവുകൾ നടക്കാനായി ലിൻഡ ഹോട്ടൽ ജോലികൾക്ക് പോകാൻ തുടങ്ങി. എപ്പോഴെങ്കിലും വിൽക്കുന്ന 1-2 മെഷീൻ കൊണ്ടോ അല്ലെങ്കിൽ ലിൻഡ എടുക്കുന്ന എക്സ്ട്രാ ഓവർ ടൈം കൊണ്ടോ ഒന്നും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി അവർക്ക്. ഒരു ദിവസം ഗാർണറിന്റെ മുമ്പിൽ ലക്ഷറി കാറിൽ ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഗാർണർ അയാളോട് ചോദിക്കുന്നു. ആള് പറഞ്ഞ് ആളൊരു കമ്പനിയിൽ സ്റ്റോക്ക് ബ്രോക്കർ ആണെന്ന്. ഗാർണറിന്റെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ പോയിടാൻ തുടങ്ങി. I still remember that moment. They all looked so damn happy to me. Why couldn't I look like that? ഓവർ ടൈം എടുത്ത് ഫ്രസ്ട്രേറ്റ് ആയ ലിൻഡ ഗാർണറിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി ചോദിക്കുമ്പോൾ ഗാർണർ പറയുന്നത് ഞാൻ സ്റ്റോക്ക് ബ്രോക്കർ ആകാൻ പോകുന്നു എന്നാണ്. What job? Stockbroker. Stockbroker. Not an astronaut? Don't talk to me like that. എന്നാൽ അതിൽ കൺവിൻസ് ആകാത്ത ലിൻഡ ഗാർണറിനെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഗാർണർ മുമ്പ് പറഞ്ഞ ആളുടെ കമ്പനിയിൽ ഇന്റർവ്യൂ റെഡിയാക്കാൻ മാനേജറെ ഇംപ്രസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഗാർണറിൽ പ്രതീക്ഷയില്ലാത്ത ലിൻഡ ഗാർണറിനെ ഉപേക്ഷിച്ച് ഗാർണറിന്റെ അത്രയ്ക്ക് ക്ലോസ് ആയ മകനെയും കൂട്ടി വീട്ടിൽ നിന്ന് പോകുന്നു. ഇതെറിഞ്ഞ് മാനസികമായി തകർന്നു നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഗാർണറിന്റെ കഴിവിൽ ഇംപ്രസ് ആയ മാനേജർ ഗാർണറിനെ ഫോണിൽ വിളിച്ച് ഇന്റർവ്യൂവിന് വരാൻ പറയുന്നു. ഇന്റർവ്യൂവിന് പോകേണ്ടതിന്റെ തലേ ദിവസം വീടിന്റെ റെന്റ് കൊടുക്കാൻ മുടങ്ങിയതുകൊണ്ട് വീടിന്റെ ഓണർ ഗാർണറിനോട് റെന്റിന് പകരമായിട്ട് വീട് പെയിന്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗാർണറിന് കാർ പാർക്കിംഗ് ഫീ കൊടുത്തില്ല എന്നുള്ള ചെറിയ കുറ്റത്തിന് ആ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഡ്രസ്സിൽ തന്നെ ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്നു. പിറ്റേ ദിവസത്തെ ഇന്റർവ്യൂവിന് കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ ഗാർണറിന് അതേ വേഷത്തിൽ തന്നെ പോകേണ്ടിയും വരുന്നു. അങ്ങനെ ഒരു വേഷത്തിലാണ് ഇന്റർവ്യൂവിൽ എത്തിയതെങ്കിലും ഗാർണറിന്റെ സത്യസന്ധതയിലും You ask me a question and I don't know the answer. I'm going to tell you that I don't know. But I bet you what, I know how to find the answer and I will find the answer. അതുപോലെ കോൺഫിഡൻസിലും ഇംപ്രസ് ആയി. If a guy walked in for an interview without a shirt and I hired, what would you say? He must have had on some really nice pants. മാനേജ്മെന്റ് ഗാർണറിനെ സെലക്ട് ചെയ്യുന്നു. പക്ഷേ ജോലി കിട്ടിയെങ്കിലും 6 മാസം ഇന്റേണായി ശമ്പളമില്ലാതെ ജോലി ചെയ്ത് മാനേജ്മെന്റിനെ ഇംപ്രസ് ചെയ്താൽ മാത്രമേ ആ ജോലി പെർമനന്റ് ആവുകയുള്ളായിരുന്നു. അതുമാത്രമല്ല ആ ഒരു പോസ്റ്റിന് വേണ്ടി വേറെ 20 ഇന്റേണുകളും ഗാർണറിനെ പോലെ തന്നെ സെലക്ട് ആയിട്ടും ഉണ്ടായിരുന്നു. ജോലി ഉറപ്പില്ലെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെ ഗാർണർ തീരുമാനിക്കുന്നു. ഈ ഇന്റേൺഷിപ്പിനെ കുറിച്ചുകൂടി കേൾക്കുന്നതോടെ ലിൻഡയ്ക്ക് ഗാർണറിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാകുന്നു. ഗാർണർ ലിൻഡയെ കൊണ്ട് ഒറ്റയ്ക്ക് മകനെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ലിൻഡ മകനെ ഗാർണറിന്റെ അടുത്താക്കുന്നു. ഓഫീസിൽ ട്രെയിനർ 2ാം കിടക്കാരനായിട്ട് കണ്ട് പേഴ്സണൽ പണികളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ ഇന്റേണായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഗാർണർ മറ്റ് ഇന്റേണുകളെക്കാൾ ഫോൺ താഴെ വെക്കാതെ കണ്ടിന്യൂസ് ക്ലയന്റുകളെ വിളിച്ച് Also wasn't drinking water, so I didn't waste any time in the bathroom. എക്സ്ട്രാ കോളുകൾ ചെയ്ത് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്ത് എക്സ്ട്രാ എഫോർട്ട് എടുത്ത് ഹൈ പൊട്ടൻഷ്യൽ ക്ലയന്റുകളെ ഇംപ്രസ് ചെയ്യുന്നു. അതിനിടയിൽ ഇൻകം ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് ഗാർണറിന്റെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് IT ഡിപ്പാർട്ട്മെന്റ് കണ്ടുകെട്ടുന്നു. അതോടെ കയ്യിൽ വെറും $25 മാത്രം ബാക്കിയുള്ള ഗാർണറിന് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നു. ഒരു സമയം ഒരു ബാത്റൂമിൽ വരെ ഗാർണറിന് മകനെയും കൊണ്ട് ഉറങ്ങേണ്ടി വരുന്നുണ്ട്.
രാത്രി ഉറങ്ങാൻ വേണ്ടി വീടില്ലാത്തവർക്ക് തങ്ങാവുന്ന ദിവസവും വൈകുന്നേരം ഓപ്പൺ ആകുന്ന ചർച്ചിന്റെ ഒരു ഷെൽട്ടർ ഹോം ഗാർഡനർ ഉപയോഗിക്കുന്നു. അതിനിടയിൽ മുമ്പ് നഷ്ടപ്പെട്ട ഒരു സ്കാനർ തിരിച്ചു കിട്ടിയ ഗാർഡനർ അത് സെയിൽ ചെയ്ത് താൽക്കാലിക ചെലവുകൾക്കുള്ള ക്യാഷ് ഒപ്പിക്കാൻ ശ്രമിക്കുന്നു. കമ്പനിയിലെ സീനിയർ മാനേജർ ടാക്സിക്ക് പോവാൻ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് $5 ഗാർഡനറിന്റെ അടുത്തുനിന്ന് മേടിക്കുമ്പോൾ അതുപോലും വലിയൊരു എമൗണ്ട് ആയിരുന്ന ഗാർഡനർ സങ്കടത്തിലാവുന്നുണ്ട്. അതുപോലെ മുമ്പ് മാനേജറുടെ കൂടെ ടാക്സിയിൽ പോകേണ്ടി വരുന്ന ഗാർഡനറിന് ടാക്സി ഫെയർ കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടിയും വരുന്നുണ്ട്. ഇന്റേൺഷിപ്പിന്റെ കാലാവധി തീരുന്നതിന്റെ തലേ ദിവസം പിറ്റേ ദിവസത്തെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ 6 മാസം താനെടുത്ത എഫോർട്ടിൽ ഹാർഡ് വർക്കിൽ സംതൃപ്തനായ ഗാർഡനർ ആ ഒരു ദിവസം മകനൊത്ത് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്റേൺ പീരീഡ് തീരുന്ന ദിവസം ഇന്റർവ്യൂ ദിവസത്തിന് വിപരീതമായി വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഗാർഡനർ ഓഫീസിലേക്ക് പോകുന്നത്. അത് ചിലപ്പോ ആ ഓഫീസിലെ അവസാനത്തെ ദിവസം ആകാനും സാധ്യത ഉണ്ടെന്ന് ഗാർഡനറിന് അറിയായിരുന്നു. Wear a shirt today, being the last day and all. Wear one tomorrow, though, okay? Because tomorrow's going to be your first day. If you'd like to work here as a broker, would you like that, Chris? അതുവരെ ജോലി ഉറപ്പില്ലാത്ത ഗാർഡനറിനോട് ജോലി കൺഫേം ആയെന്ന് സീനിയർ മാനേജർ പറയുമ്പോൾ കണ്ണീരോടെയാണ് ഗാർഡനർ അത് കേൾക്കുന്നത്. This part of my life, this little part is called happiness. ആ ഒരു വാർത്ത കേട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഗാർഡനർ ജീവിതത്തിൽ ആദ്യമായി വിജയം എന്താണെന്ന്, സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു സന്തോഷ വാർത്ത തനിക്ക് ആകെയുള്ള തന്റെ മകനോട് പറയാൻ മകന്റെ അടുത്തേക്ക് ഗാർഡനർ ഓടിയെത്തുന്നു. മകനുമൊത്ത് ആ വിജയം ആസ്വദിക്കുന്നു. സിനിമയുടെ അവസാനം ശരിക്കുള്ള ക്രിസ് ഗാർഡനറിനെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയിൽ ക്രിസ് ഗാർഡനർ മകനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. Don't ever let somebody tell you you can't do something. Not even me. You got a dream, you got to protect it. People can't do something themselves. They want to tell you you can't do it. You want something, go get it. Period. ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ സമ്മതിക്കരുത്. അതിന് ഞാനാണെങ്കിൽ പോലും. നിനക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നീ അത് പ്രൊട്ടക്ട് ചെയ്യണം. സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തവർ നിന്നോട് പറയും നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന്. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ, നിനക്കെന്തെങ്കിലും സ്വപ്നമുണ്ടെങ്കിൽ നീ അത് നേടുക എപ്പോഴും. ഇത് തന്നെയാണ് സിനിമ നമുക്ക് തരുന്ന മെസ്സേജ്. നമുക്കൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ, റിസ്ക് എടുക്കുമ്പോൾ, ഇനി റിസ്ക് എടുത്ത് ചെറിയ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും നമ്മൾ ജയിക്കില്ല എന്ന് പറയാനൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാന്നും വരാം. ചില ആൾക്കാർ നമ്മൾ തോൽക്കുന്നു കരുതി നമ്മളിന്ന് ഡിസ്റ്റൻസ് ഇടാം. ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്ലോസ് ആയ, അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വരെ അതിലുണ്ടാവും. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നേടിയെടുക്കുക എന്നുള്ളത്. ലോകത്തിലുള്ള വേറെ ഒരാളും നമുക്ക് വേണ്ടി അത് നേടിത്തരാൻ വരാൻ പോകുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ചെറിയൊരു ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആകെയുള്ള ഈ ഒരു ലൈഫ് വേസ്റ്റ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കുറ്റം പറയുന്നവരും ഡൗൺ ആക്കുന്നവരൊക്കെ വൺസ് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൊക്കി പറയാനും നമ്മളുടെ തോളിൽ കൈയിട്ട് നടക്കാനും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഷെൽട്ടർ ഹോമിൽ ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പാട്ടുണ്ട്. മുന്നിലുള്ള മൗണ്ടെയിൻ, മല മാറ്റേണ്ട, പകരം അത് കയറാനുള്ള, അത് കീഴടക്കാനുള്ള ശക്തി തരുമെന്ന്. എത്ര തവണ പരാജയപ്പെട്ടാലും, എത്ര തവണ വീണാലും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അങ്ങനെയുള്ള മലകൾ കീഴടക്കി സ്വപ്നങ്ങൾ നേടാനുള്ള മനഃശക്തിയാണ് നമുക്ക് വേണ്ടത്. അതാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ഈ സിനിമയും പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ, മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു നല്ല മോട്ടിവേഷണൽ മൂവി കൂടിയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സായ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.